നമസ്കാരം. പത്തനംതിട്ടയിൽ എത്തിച്ച രാഹുൽ മാങ്കുടത്തിലിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ജി പൂങ്കുഴലി എയർ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. SIT മേധാവി ജി പൂങ്കുഴലി IPSന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഷൊർണൂർ ഡിവൈഎസ്പി ഇന്നലെ അർദ്ധരാത്രി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് രാഹുൽ മാങ്കുടത്തിലിനെ കസ്റ്റഡിയിലെടുത്തത്. നീക്കം അതീവ രഹസ്യമാക്കി വെക്കാൻ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം മുൻപുണ്ടായിരുന്ന കേസിലെ പോലീസ് നീക്കങ്ങളിൽ എല്ലാം തന്നെ പോലീസിൽ നിന്ന് തന്നെ ചോരുന്നുവെന്ന വിവരങ്ങളുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമാക്കി വെക്കാൻ ജി പൂങ്കുഴലി നിർദ്ദേശം നൽകിയത്. പുതിയ പരാതിക്കാരുടെ മൊഴി ആദ്യ 2 കേസുകളിലേതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. ക്രൂര ബലാത്സംഗം നേരിട്ടുവെന്നും ശേഷം ബ്ലാക്ക്മെയിലിംഗ് ചെയ്ത് ജീവൻ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. നിർബന്ധിത ഗർഭഛിദ്രം, ബലാത്സംഗം തുടങ്ങിയവയാണ് യുവതി പോലീസിന് അയച്ച ഇമെയിലിൽ പ്രധാനമായും വ്യക്തമാക്കിയിട്ടുള്ളത്. രാഹുൽ ചതിച്ചുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് യുവതി പരാതി നൽകുന്നത്. ആദ്യ 2 പരാതികളിലേതുപോലെ തന്നെ ബലാത്സംഗവും പീഡനവും ഭീഷണിയും ആരോപിച്ചാണ് ഈ പരാതിയും വന്നിട്ടുള്ളത്. എന്നാൽ മുൻ കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക ചൂഷണവും രാഹുൽ നടത്തിയിട്ടുണ്ടെന്നാണ് പുതിയ പരാതിക്കാരുടെ മൊഴിയിലുള്ളത്. ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്ന വിവാഹിതയായ യുവതിയാണ് രാഹുൽ ക്രൂരമായ ലൈംഗിക പീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്ന് ഇമെയിൽ വഴി പരാതി നൽകിയത്. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുൽ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ടതെന്നും പ്രണയബന്ധം സ്ഥാപിക്കുകയും വിവാഹബന്ധം വേർപെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് യുവതി വെളിപ്പെടുത്തി. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി. ഒരു കുഞ്ഞ് വേണമെന്നും കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വേഗം വിവാഹത്തിന് സമ്മതിക്കുമെന്ന് രാഹുൽ പറഞ്ഞു. ഇതേ രീതിയിൽ തന്നെയായിരുന്നു രാഹുൽ ആദ്യ പരാതിക്കാരോടും പറഞ്ഞത്. ഒരു ഹോട്ടലിലെ പേര് നിർദ്ദേശിച്ച് അവിടെ റൂം ബുക്ക് ചെയ്യാൻ രാഹുൽ ആവശ്യപ്പെട്ടു. റൂമിലെത്തിയപാടെ ഒരു വാക്ക് പോലും പറയാതെ കടന്ന് ആക്രമിച്ചു. നേരിട്ടത് ക്രൂരമായ ലൈംഗിക ആക്രമണമായിരുന്നുവെന്നും പരാതിക്കാരി പറയുന്നു. മുഖത്തടിക്കുകയും ദേഹമാകെ മുറിവുണ്ടാക്കുകയും ചെയ്തു. തന്റെ മുഖത്തടിച്ചതിനു ശേഷം തുപ്പുകയും പലയിടത്ത് മുറിവുണ്ടാക്കുകയും ചെയ്തു. ഓവുലേഷൻ ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പിന്നീട് വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോയില്ല. താൻ ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ അസഭ്യം പറഞ്ഞു. മറ്റാരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. അതിൽ മനനൊന്ത് താൻ DNA പരിശോധനയ്ക്ക് തയ്യാറായി. എന്നാൽ രാഹുൽ വിസമ്മതിച്ചു. ഇതിനുള്ള തെളിവുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും യുവതി പരാതിയിൽ വ്യക്തമാകുന്നു. രാഹുലിനെതിരെ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നപ്പോൾ താനും പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഭീഷണിപ്പെടുത്തി. കുടുംബത്തെ ഇല്ലാതാക്കുമെന്നും സഹോദരിയെയും അച്ഛനെയും അമ്മയും അപായപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കിയെന്നുമാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഗർഭമലസിയ വിവരം അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ രാഹുൽ തന്റെ ഫോണിലും ഇമെയിലും ബ്ലോക്ക് ചെയ്തുവെന്നും യുവതി വെളിപ്പെടുത്തി. തുടർന്ന് രാഹുലിന്റെ സുഹൃത്തും സഹായിയുമായ ഫെനി നയനാനെയാണ് വിവരം അറിയിച്ചത്. ഈ സംഭവങ്ങൾ തന്നെ കടുത്ത ശാരീരിക മാനസിക തളർച്ചയിലാക്കിയെന്നും അവർ വെളിപ്പെടുത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും അറിയാത്ത ഭാവത്തിൽ രാഹുൽ വീണ്ടും ബന്ധപ്പെട്ടു. ഒരുമിച്ച് ജീവിക്കാമെന്നും പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി വിവാഹം കഴിച്ച് അവിടെ താമസിക്കാമെന്നും വാഗ്ദാനം നൽകി തന്നെ വീണ്ടും വൈകാരികമായി തളയ്ക്കാൻ ശ്രമിച്ചുവെന്ന് യുവതി ആരോപിക്കുന്നു. രാഹുലിന്റെ അറസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ചത് പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള പഴുതടച്ച നീക്കങ്ങളാണ്. 3 ദിവസം മുൻപാണ് കാനഡയിലുള്ള തിരുവല്ല സ്വദേശിനി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി നൽകുന്നത്. സംഗതി ഗൗരവമാണെന്ന് കണ്ടതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു. രാഹുലിനെ കൈവിട്ടു പോകാതിരിക്കാൻ ഷൊർണൂർ ഡിവൈഎസ്പിയെ മാത്രം വിശ്വാസത്തിലെടുത്ത് പൂങ്കുഴലി IPS ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. അറസ്റ്റിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമായിരുന്നു ഇത്. യുവതി നാളെ നാട്ടിലെത്താനിരിക്കെ ഇതിനു മുൻപ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം. കഴിഞ്ഞ 2 ദിവസമായി പോലീസ് സംഘം രാഹുലിനെ നിഴൽ പോലെ പിന്തുടരുകയായിരുന്നു. അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യമായി മുറിയെടുത്ത് താമസിച്ച നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്നു.